ആലപ്പുഴ മാന്നാർ തിരോധാനവുമായി ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പാലക്കാട്ടേക്ക് പോയ കലയെ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്രാമധ്യയെ തിരികെ എത്തിയ കലയെ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്രാമധ്യയെ കൊലപ്പെടുത്തി എന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായും. മനീഷ്, എന്തൊക്കെ പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്? മനീഷ്, ഉന്മേഷ്, ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് ഇത് കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇനി ഇതുവരെയും ഈ കേസ് ആലപ്പുഴ മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ഒരു കാണാതായ ഒരു മിസ്സിംഗ് കേസ് മാത്രമായിരുന്നത്. അത് ഇപ്പോൾ നിലവിൽ പുതിയ FIR, അത് കൊലപാതകത്തിന് പോലീസ് പുതിയ FIR രജിസ്റ്റർ ചെയ്യും. ഒപ്പം തന്നെ കസ്റ്റഡിയിലുള്ള പ്രതികളെ സംബന്ധിച്ച് 4 5 എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ആ ഉള്ള പ്രതികളെയൊക്കെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഒപ്പം തന്നെ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ പുറത്തു വരുന്നത്, പാലക്കാടേക്ക് ഒരു സുഹൃത്തിനൊപ്പം പോയ കലയെ പിന്നീട് എറണാകുളത്തേക്ക് വെച്ച് എത്തിച്ചു. അവിടെ എത്തിയ ശേഷം ഇവിടെ നിന്നും അനിൽകുമാർ ഒരു വാടകയ്ക്ക് കാർ എടുത്ത് എറണാകുളത്തേക്ക് പോയി. ഒറ്റയ്ക്കാണ് പോയത്. മറ്റ് കൂടെ പ്രതികളാരും ഇല്ല എന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇനി അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ജില്ലാ പോലീസ് മേധാവി അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കും. അങ്ങനെ എറണാകുളത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി കലയെ എറണാകുളത്തെത്തിയ ശേഷം അനിൽകുമാർ പിന്നീട് ഇങ്ങോട്ടേക്കുള്ള യാത്രാമധ്യേ ഷാൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആലപ്പുഴ മാന്നാറിലെ വീട്ടിലെത്തിച്ച ശേഷം ബന്ധുക്കളോട് ഈ വിവരം പറഞ്ഞു. അതിനു മുൻപ് തന്നെ ഈ മൃതദേഹം കാറിൽ കിടക്കുന്നതിനെ സംബന്ധിച്ചൊരു ദൃക്സാക്ഷിയെ കൂടി പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ ഈ ദൃക്സാക്ഷി എവിടെ നിന്നാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത് അടക്കം, കാരണം 15 വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവമാണ്. ഇത് സംബന്ധിച്ച് ഈ പോലീസിന്റെ തെളിവ് ശേഖരണമൊക്കെ തന്നെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 2 മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അവസാന ഘട്ടത്തിലാണ് മൃതദേഹത്തിലേക്ക് എത്തിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കല വീട്ടിൽ നിന്ന് ആലപ്പുഴ മാന്നാറിൽ നിന്ന് പോയി 3ാമത്തെ ദിവസമാണ് കൊല ചെയ്യപ്പെടുന്നത്. 2 ദിവസം പാലക്കാടായിരുന്നു എന്നാണ് വിവരം. പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് എത്തിച്ചു. ഏതായാലും 8 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനീഷ് മെഹ്ബാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.